യുക്രൈൻ യുദ്ധം ഒരു അതിർത്തി തർക്കത്തിൽ ഒതുങ്ങാതെ റഷ്യയും നാറ്റോയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാനുള്ള അതീവ അപകടകരമായ സൂചനകളാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്നും പുറത്തുവരുന്നത്. യുക്രൈന് ദീർഘദൂര ടോമോഹോക്ക് മിസൈലുകൾ ലഭ്യമാകുന്നതിനെ കുറിച്ച് അമേരിക്കൻ ഭരണകൂടം സജീവമായി ആലോചിക്കുന്നു എന്ന വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വെളിപ്പെടുത്തൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ നീക്കം പാശ്ചാത്യ ശക്തികൾ നടത്തുന്ന പ്രകോപനത്തിന്റെ ഏറ്റവും പുതിയതും ഗൗരവമായ ഘട്ടമാണ്. 2500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതും ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ളതുമായ ഈ മിസൈലുകൾ നിലവിലെ സാഹചര്യത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. സെലൻസ്കിയുടെ നിരന്തരമായ ആവശ്യം ഈ വിഷയത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കി. ന്യൂയോർക്കിൽ നടന്ന UN ജനറൽ അസംബ്ലിക്കിടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നേരിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ടോമോഹോക്ക് മിസൈലുകൾക്കായി അഭ്യർത്ഥിച്ചതായി വാൾസ്ട്രീറ്റ് ജനറൽ ഉൾപ്പെടെ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ട്രംപ് ഈ ആശയത്തെ എതിർത്തില്ല എന്ന് മാത്രമല്ല, റഷ്യൻ പ്രദേശത്തേക്ക് ആഴത്തിൽ ആക്രമണം നടത്താൻ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നീക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു. അമേരിക്ക മറ്റ് നാറ്റോ അംഗങ്ങൾക്ക് മിസൈലുകൾ വിറ്റ് അതുവഴി യുക്രൈന് കൈമാറ്റം ചെയ്യാൻ ആലോചിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായും ഞങ്ങൾ അത് പരിഗണിക്കുന്നുണ്ട് എന്നായിരുന്നു വൈസ് പ്രസിഡന്റ് വാൻസിന്റെ മറുപടി. ട്രംപിന്റെ പ്രത്യേക ദൂതൻ കീത്ത് കല്ലോഗ് തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും സെലൻസ്കി ടോമാഹോക്കുകൾ ആവശ്യപ്പെട്ട കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചു. ട്രംപ് ഭരണകൂടം മുമ്പ് ഇതിനെ നൽകുന്നതിനെ എതിർത്തുവെങ്കിലും ഇപ്പോൾ നിയന്ത്രണങ്ങൾ നീക്കാനുള്ള അദ്ദേഹത്തിന്റെ സന്നദ്ധ സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള അമേരിക്കൻ താൽപര്യമാണ് വെളിപ്പെടുത്തുന്നത്. ഈ നീക്കം യുക്രൈൻ റഷ്യ സംഘർഷം ഒരു പ്രാദേശിക യുദ്ധം എന്നതിനപ്പുറം ആഗോള ശക്തികളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറുന്നു എന്നൊരു സൂചന കൂടി നൽകുന്നു. ദീർഘദൂര മിസൈലുകൾ യുക്രൈനിൽ ലഭിച്ചാൽ റഷ്യൻ അതിർത്തിക്കുള്ളിൽ വലിയ നഗരങ്ങളെ അടക്കം ആക്രമിക്കാൻ അവർക്ക് സാധിക്കും. ഇത് റഷ്യയെ പ്രതിരോധത്തിനാക്കുന്നതിനായി ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പോലും പ്രേരിപ്പിച്ചേക്കാം. യുക്രൈനിലേക്കുള്ള പാശ്ചാത്യ ആയുധ വിതരണത്തെ റഷ്യ പലതവണ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇത്തരം നീക്കങ്ങൾ മുൻനിരയിലെ സ്ഥിതിഗതികളിൽ മാറ്റമുണ്ടാക്കില്ലെന്നും അത് സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്നും റഷ്യ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ആയുധ വിതരണങ്ങൾ റഷ്യയും നാറ്റോയും തമ്മിൽ നേരിട്ടുള്ള സംഘർഷത്തിലേക്കും നയിച്ചേക്കാം. 2024 നവംബറിൽ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാശ്ചാത്യ ലോകം പ്രകോപിപ്പിച്ച യുക്രൈനിലെ പ്രാദേശിക സംഘർഷം ആഗോള സ്വഭാവമുള്ള ഘടകങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. പിരിമുറുക്കങ്ങൾ കൂടുതൽ രൂക്ഷമായാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. പാശ്ചാത്യ പിന്തുണക്കാരുടെ അനുമതി ലഭിച്ചതിനു ശേഷം അമേരിക്കൻ നിർമ്മിത ATACMS HIMARS സംവിധാനങ്ങൾ, ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് റഷ്യൻ പ്രദേശത്തിന്റെ ഉള്ളിൽ യുക്രൈൻ നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഇത്തരം മുന്നറിയിപ്പുകൾ വന്നത്. യുക്രൈൻ ദീർഘദൂര മിസൈലുകൾ നൽകുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ അശ്രദ്ധമായ തീരുമാനങ്ങൾക്ക് ഉത്തരം നൽകാതെ വിടാൻ കഴിയില്ലെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ ടോമാഹോക്ക് മിസൈലുകൾ യുക്രൈനിന് നൽകുന്നത് തീർച്ചയായും റഷ്യയുടെ കടുത്ത പ്രതികരണത്തിന് കാരണമാകും. യുക്രൈന് ടോമോഹോക്ക് മിസൈലുകൾ നൽകാനുള്ള അമേരിക്കയുടെ ആലോചന അതീവ അപകടകരമായ ഒരു കളിയിലെ അടുത്ത നീക്കമാണ്. ഇത് റഷ്യയെ അതിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതരാകും. പാശ്ചാത്യ മാധ്യമങ്ങളുടെയും സെലൻസ്കിയുടെയും നിരന്തരമായ പ്രകോപനങ്ങൾക്ക് പിന്നിൽ റഷ്യയെ ഒരു നേരിട്ടുള്ള നാറ്റോ യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കാനുള്ള ഗൂഢലക്ഷ്യം ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ അശ്രദ്ധമായ തീരുമാനങ്ങൾ പ്രാദേശിക സംഘർഷത്തെ ആഗോളതലത്തിലുള്ള ഒരു ഭീഷണിയായി ഉയർത്താനുള്ള സാധ്യതകളെയാണ് അടിവരയിടുന്നത്. ഒരു ആണവ യുദ്ധത്തിന്റെ സാധ്യതകൾ പോലും തള്ളിക്കളയാനാകാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ലോകം ഇപ്പോൾ നീങ്ങുന്നത്. യുക്രൈൻ ജനതയുടെ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്നതിന് പകരം ലോകശക്തികൾ തങ്ങളുടെ ആയുധ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ആയുധ കച്ചവട രാഷ്ട്രീയത്തിന്റെ അന്തിമ ദുരന്തം ആരാണ് അനുഭവിക്കേണ്ടി വരിക എന്നത് ലോകം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്.